തെറ്റ് ചെയ്താലുള്ള ശിക്ഷ രാമനാഥന് ബാധകമാണ്. 101 ഏത്തോടണം. പറഞ്ഞത് കേട്ടില്ലേ? ഏത്തോടുക. 1 2 3 4 5 6. രാമനാഥ, ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. എല്ലാവരും നിനക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞപ്പോ അമ്മാമയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്റെ കുട്ടി വല്ലാതെ വേദനിച്ചില്ലേ? അച്ഛനാരാണെന്ന് വിളിച്ചു ചോദിച്ചപ്പോ തൊട്ടടുത്തുണ്ടായിട്ടും ചൂണ്ടിക്കാട്ടാനാകാത്ത നിസ്സഹായത സഹിക്കാനായില്ല. താരല്ല, ആശ്വസിക്കുക. ഒരുപാട് വേദനിച്ചവനാ ഞാൻ. ഓർമ്മ വെച്ച നാളെ മുതൽ കേട്ടുമടുത്തതാ പിഴച്ചു പറ്റ മകനെന്ന്. കൂട്ടുകാരൊക്കെ കുത്തി നോവിച്ചപ്പോഴും ആരെ അറിയിക്കാതെ സ്വയം വെന്തുമീറുകയായിരുന്നു. ഇപ്പൊ തറവാട്ടിലോ വെളിയെത്തിയിരിക്കണോ? തന്തയില്ലാത്തവൻ. ഇനി വയ്യ. അമ്മാമ്മ നിർബന്ധിച്ചോണ്ടാ, വരില്ലായിരുന്നു. ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നീ അനാഥനല്ലാന്ന് അറിയണം. അതിനുവേണ്ടി അമ്മാമ. അതറിഞ്ഞല്ലോ. ഒന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടു, മതി, തൃപ്തിയായി. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ചിലപ്പോൾ എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, അത്ര അകലത്തില എന്റെ അച്ഛൻ. ഞാൻ പോയിക്കോട്ടെ അമ്മാമേ. നീ ഇത്രക്കേ ഉള്ളൂ. അച്ഛൻ എവിടെ ആയിരുന്നാലും അമ്മയുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് വീരവാദം മുഴക്കിയപ്പോ ഒരു യോദ്ധാവിനെ നിന്നിൽ ഞാൻ കണ്ടത്. അമ്മാമില്ലടാ നിന്റെ കൂടെ. തളരരുത്. ഒരു ദിവസം ഉണ്ടാവും. രാമനാഥൻ മകനാണെന്ന് പയ്യാരത്ത് പത്മനാഭൻ നേരെ അറിയും. അദ്ദേഹം നിന്നെ വാരിപ്പുണരും. ഇങ്ങനൊരു മകനെ കിട്ടിയില്ല അദ്ദേഹം അഭിമാനിക്കും. അമ്മാമേ, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള മാർഗം തുറന്നു കിട്ടിയിരിക്കുക. രാമനാഥനെ കുറിച്ച് വല്യമാമയുടെ മനസ്സിൽ കരട് വീണ് കഴിഞ്ഞു. ഇതാ പറ്റിയ അവസരം. ശരിയാ. ഇത്രമാത്രം അവനോട് മതിപ്പ് വന്നാൽ എന്താ അവനിലുള്ളത്? അത് കണ്ടുപിടിക്കണം. അവൻ ആരാ, എവിടെന്ന് വന്നു? അല്ല, നമുക്ക് അവന്റെ മുറി ഒന്ന് പരിശോധിച്ചാലോ? ആകെ ഒരു തകരപ്പെട്ടിയല്ലേ അവന്റെ പക്കലുള്ളൂ. പെട്ട് തകരമായിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ജീവിതം തകർക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. കണ്ടുപിടിക്കണം. അതൊരു വഴിക്ക് നീങ്ങട്ടെ. ഇതാണ് പറ്റിയ അവസരം. അവനെ പുകച്ചു പുറത്തു ചാടിക്കാൻ സമരമാർഗം തന്നെ വേണ്ടിവരും. വല്യമ്മാമയുടെ മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും നിരാഹാരം കിടന്നേ പറ്റും. അല്ല, അതിപ്പോ ആരാ കിടക്കുക? ശ്രീധരന്റെ ശരീരപ്രകൃതി അതിന് പറ്റിയതാ. അയ്യോ, ഞാൻ നിരാഹാരം കിടന്ന വല്യമ്മാമ എനിക്ക് സുഖമരണം ആശംസിക്കുകയുള്ളൂ. മുൻകൂട്ടി ഒരു റീത്തും ബുക്ക് ചെയ്യും. അങ്ങനെ ആരെങ്കിലും നിരാഹാരം കിടന്നിട്ട് കാര്യമില്ല. വല്യമ്മാമയ്ക്ക് സ്ട്രൈക്ക് എന്ന ഒരാൾ തന്നെ ആവണം. അതിനിപ്പോ ഒരാളെ ഉള്ളൂ. ഹലോ, നിരാഹാരോ? അതെന്താ ഉണ്ടായേ? ഞാനിതാ വരുന്നു. മോളെ, ഗോപു, വല്യമ്മാമയെ വിളിക്കണത്. എന്താ കുട്ടി ഈ കാണിക്കണത്? മോൾ ഇങ്ങനെ പട്ടിണി കിടന്ന വല്യമ്മാമയ്ക്ക് മനസമാധാനം ഉണ്ടാവോ? എന്താ മോളെ, അയാളോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം? നിന്നെ തല്ലിയതിന് അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചു, ഏത്തമിടിയിച്ചു. ഇനിയും വല്യമാമയ്ക്ക് അയാളെ പിരിയാൻ കഴിയണില്ലല്ലേ? അങ്ങനെ ഒന്നുമില്ല. രാമനാഥൻ എല്ലാം നോക്കി നടത്താനുള്ള കഴിവുണ്ട്. അവൻ വന്നു കയറിയ ശേഷം കുടുംബത്തിൽ ഒരു അടുക്കും ചിട്ടിയ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വല്യമാമയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ തോന്നിപ്പിക്കാനുള്ള സൂത്രമൊക്കെ അവന്റെ കയ്യിലുണ്ട്. മോളെ, വല്യമാമ എന്റേതല്ലാതാവണു. എന്റെ മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം വല്യമാമ അന്യനാവണു. ഞങ്ങൾക്ക് വല്യമാമയെ വേണം. വല്യമാമ ഞങ്ങളുടെയാ, രാമനാഥന്റെ അല്ല. നിങ്ങളുടെ അല്ലാന്ന് ആരാ പറഞ്ഞേ? ഒക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അയാൾ ഇവിടെ വേണ്ട, ആർക്കും ഇഷ്ടമില്ല. പിന്നെന്തിനാ? വഴിയുണ്ടാക്കാം. നീ വന്ന് വല്ലത് കഴിക്കൂ കുട്ടി. ഇല്ല, രാമനാഥനെ പുറത്താക്കാതെ ഗോപുവിന് ജലപാനം പോലും ഇല്ല. ഇത് സത്യം. കുട്ടിക്ക് സമാധാനായോ? രാമനാഥനെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ഒറ്റ വാശിയില്ല. കുട്ടിയല്ലേ, തെറ്റിദ്ധാരണ കൊണ്ടാ. പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. സ്നേഹത്തിന്റെ മുന്നിൽ തോൽക്കണ ഒരു രസാണോ? ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. രാമനാഥനോട് അത്രമാത്രം ആത്മബന്ധമായിപ്പോയി. അവനെ തനിക്കറിയില്ല, എനിക്കറിയാം. അവൻ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. രാമനാഥൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും വേണ്ട, എനിക്ക് എന്റെ കുട്ടിയോട് തന്നെയാ വലുത്. താനവനെ വിളിക്കുക. രാമനാഥ, തന്റെ സേവനം ഇനി പയ്യാരത്ത് വേണ്ട. പറയണോണ്ടൊന്നും തോന്നരുത്. ഏത് ജോലിന്ന് പിരിച്ചുവിടുന്നതിനൊരു കാരണം ഉണ്ടാവല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ? തെറ്റും ശരിയൊക്കെ ഞാൻ വിശകലനം ചെയ്തിരിക്കണു. തന്നെ ഇവിടെ ആർക്കും വേണ്ട. ആ നിലയ്ക്ക് എനിക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല. ശങ്കു, രാമനാഥന്റെ കണക്ക് എന്താന്ന് വെച്ചാ നോക്കി കൊടുത്തയക്കുക. അപ്പോ എല്ലാം തീർത്ത് അവസാനിപ്പിക്കുകയാണല്ലേ?
നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താ തീരുവോ? രാമനാഥ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? രാമനാഥൻ മര്യാദയ്ക്ക് നിന്നോളും, നിർത്തിക്കോളാം. പറഞ്ഞയക്കണോ? ഇനി രാമനാഥന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. അത് ഞാൻ ഏൽക്കണം. അല്ല, അതെന്താ രാമനാഥന്റെ കാര്യത്തിൽ ശങ്കുമാൻ ഇത്ര താല്പര്യം? ഏയ്, അങ്ങനെയൊന്നുമില്ല. രാമനാഥൻ എന്റെ ആരാ? പറയുമ്പോ എല്ലാം പറയണല്ലോ. അതെ, പറയുമ്പോ എല്ലാം പറയണം. രാമനാഥനെ പറഞ്ഞയക്കണത് ശങ്കുമാൻ ഇഷ്ടപ്പെടുന്നില്ല. ശങ്കുമാന്റെ നേർക്ക് ആരെങ്കിലും കയർത്താല് രാമനാഥൻ കയറ് പൊട്ടിക്കുന്നു. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ബന്ധം. ഇത് വല്ല രക്തബന്ധമാണോ? ഏയ്, അങ്ങനെയാവാൻ വഴി. ശങ്കുമാൻ എത്ര കൊല്ലായിട്ട് നമ്മൾ അറിയണതാ. അല്ലെങ്കിൽ ശങ്കുമാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മകനൊന്നും ആകാൻ വഴിയില്ല. അല്ല, മകനാണെങ്കിലേ രക്തബന്ധമുള്ളൂ. തർക്കം വേണ്ട, ശങ്കുമാൻ തന്നെ പറയട്ടെ. എന്താ ശങ്കുമാമ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ശങ്കുമാവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയാം. രാമനാഥൻ ശങ്കുമാവന്റെ സ്വന്തം അനന്തരവനല്ലേ? ശങ്കുമാൻ നിഷേധിക്കുന്നോ? ശങ്കുമാൻ ഞങ്ങൾക്ക് കാര്യസ്ഥനായിരുന്നില്ല, എല്ലാമായിരുന്നു. ഇത് നെറികേടായി പോയി. ഇങ്ങനെ ഒരു അനന്തരവനെ തറവാട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട കാര്യം എന്തായിരുന്നു? സ്വന്തം അനന്തരവന് ഒരു ജോലി വേണച്ചാ പറഞ്ഞാ പോരായിരുന്നു. ഇനി അതല്ല, വസ്തുവാ ആവശ്യമെങ്കിൽ 10 15 ഏക്കർ പതിച്ചു തരാൻ ഒരു മടിയില്ലാത്ത ആളാ വല്യേട്ടൻ. ശങ്കുമാൻ അറിയില്ലേ? പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു കളി? മതി, ഞാൻ ശങ്കുമാവിന്റെ സ്വന്തം അനന്തരം തന്നെയാ. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോടാവാ. പറയടാ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താ? തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഉണ്ടല്ലോ തറവാട്ടില്. ഒറ്റയ്ക്ക് ചോർത്താൻ കഴിയില്ല, സഹായത്തിന് മരുമകനെയും കൂടെ കൂട്ടി, അത്ര തന്നെ. പറയടാ, അതല്ലേ സത്യം? അല്ല, ചോർത്തുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനായിരുന്നു ഈ വഞ്ചന? എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയായിരുന്നു ബാസ്റ്റേഡ്. അരുത്, അങ്ങനെ വിളിക്കരുത്. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നോ ഞാൻ കരുതിയേ? യു ആർ എ ലയർ, ചീറ്റ്, ഫ്രോഡ്, സ്കൗണ്ടർ. കൊല്ലിവിടാം നിന്നെ ഞാൻ പറ്റി. എന്റെ പിറകെ നടന്നെ ചതിക്കായിരുന്നു അല്ലടാ? അരുത്, ഇനി എന്റെ കുട്ടിയെ തല്ലരുത്. എന്റെ കുട്ടിയാണെന്ന് സമ്മതിക്കണില്ലേ? തന്നെ ഞാൻ തന്നെ തല്ലാൻ എനിക്കാവില്ലടോ. തന്നെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ പത്മാവൻ നാർക്കല്ല. തന്നെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു വാക്ക് പറയായിരുന്നു. പിച്ചക്കാശിന് വേണ്ടി താനെന്നെ പിന്നീന്ന് കുത്തുകയായിരുന്നില്ലേ? എന്നെ മതിവരോളം തല്ലിക്കൊള്ളൂ, കൊള്ളാൻ ബാധ്യസ്ഥനാ. വഞ്ചകനെന്ന് മാത്രം വിളിക്കരുത്. സത്യം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. മതി, മനസ്സിലാക്കിയിടത്തോളം മതി. ഇനി കൂടുതൽ മനസ്സിലാക്കണമെങ്കിലേ ദാ ഇതങ്ങോട്ട് വായിച്ചാ മതി. രാമനാഥന്റെ പെട്ടിന്നെടുത്ത ഒരു പഴയ കത്താ അമ്മാവൻ അനന്തരവൻ അയച്ചത്. അയ്യോ, പെങ്ങളോടും മരുമകനോടും എന്താ ഒരു കൂറ് എഴുതിയിരിക്കണത് കണ്ടില്ലേ? പെങ്ങള് വിഷമിക്കണ്ട, എല്ലാം കലങ്ങി തെളിയും. രാമനാഥന് നല്ലൊരു ഭാവി ഉണ്ടാവും. ഞാൻ പയ്യാരത്ത് തന്നെ ഉണ്ടല്ലോ. കിഴവൻ പ്ലാനിങ് തുടങ്ങിയിട്ട് കാലം കുറെ ആയിരിക്കണോ?